ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസീദ് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അജയൻ ജാനകിയുടെ റൂമിലേക്ക് പോവാൻ വേണ്ടി റെഡിയാവുകയാണ്. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ പ്രസീദയ്ക്ക് സംശയം വരുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങിയിട്ട് പോവാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയാണ്, എടി പ്രസീദേ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നല്ലേ പഴമക്കാർ പറയാറ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? നിങ്ങളുടെ ഈ കാട്ടിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അജയ് മനസ്സിൽ കരുതുകയാണ്, ഇവൾ എത്രയും പെട്ടെന്നൊന്ന് ഉറങ്ങിയെങ്കിൽ എനിക്ക് ജാനകിയുടെ റൂമിലേക്ക് പോവാമല്ലോ എന്നാണ് കേട്ടോ മനസ്സിൽ കരുതുന്നത്. അങ്ങനെ പ്രസീദ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അജയൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ജാനകിയുടെ റൂമിലേക്ക് പോവാൻ ഒരുങ്ങാണ്. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നതൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നത് ജാനകി പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജാനകി മനസ്സിൽ കരുതുകയാണ്, നീ ഇങ്ങ് വാടാ, നിനക്ക് ഒരു മുട്ടം പണി തന്നെയാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ജാനകി മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ അജയൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ജാനകി അപ്പോഴത്തേക്കും കിച്ചണിൽ പോയിട്ട് ഒരു കുപ്പി ഓയിൽ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ ആയിട്ട് ഓയിൽ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. എൻ്റെ ഭാവനയെ നീ വീഴ്ത്തിയതിന് നിനക്കൊരു തിരിച്ചടി തരണമെന്ന് ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ ഓയിൽ ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ ഇതൊന്നും അറിയാതെ അജയൻ സൗണ്ട് ഉണ്ടാക്കാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രസീദ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ കതക് അടച്ച ശേഷം അജയൻ മുട്ടുകുത്തിയിട്ടാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രസീദ എങ്ങാനും കാണുമോ എന്നുള്ള പേടിയിൽ അങ്ങനെ കതക് അടച്ച ശേഷം എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ ഓരോ അടി കാല് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഓയിലിൽ പോയിട്ട് അങ്ങ് കാല് വെക്കുകയാണ്. കാല് വെച്ചതോടുകൂടി അജയൻ നേരെ സ്റ്റെപ്പിൻ്റെ താഴേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കക്കുത്തനെയാണ് അജയൻ ഓരോ സ്റ്റെപ്പും ഇരുന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ജാനകി ഇതെല്ലാം മറിഞ്ഞു നിന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷയെങ്കിലും തന്നില്ലെങ്കിൽ എൻ്റെ ഭാവനയോട് ചെയ്തതിന് നിനക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാവനയോ ചെയ്ത കാര്യങ്ങളൊക്കെ ആ സമയം ജാനകി ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഓയിലൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ തെന്നി തെന്നി താഴേക്ക് അങ്ങ് കമന്നടിച്ച് വീഴുകയാണ് കേട്ടോ. ആ സ്റ്റെപ്പ് മൊത്തത്തിൽ അങ്ങ് തെന്നി വീണിട്ടാണ് പോകുന്നത്. അങ്ങനെ അജയൻ നേരെ കമന്നടിച്ച് വീഴുന്ന ആ ഒരു സൗണ്ട് കേട്ട് ദേവൻ പുറത്തേക്ക് വരികയാണ്. എന്താണ് അജയ, എന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ജാനകി സ്റ്റെപ്പിൻ്റെ പകുതി ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അജയനാണെങ്കിലോ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ കമന്നടിച്ചുകൊണ്ട് തന്നെ ദേവനോട് പറയുകയാണ്, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ എൻ്റെ കാല് തെന്നി ഞാൻ താഴേക്ക് വീണു എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ജാനകി അവിടെ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ആക്കുകയാണ്. ഓയിൽ ഒഴിച്ചത് അറിയാതിരിക്കാൻ വേണ്ടി സോപ്പൊക്കെ ഇട്ട് അതെല്ലാം തുടച്ചെടുക്കുക കേട്ടോ. ജാനകി പെട്ടെന്ന് വെപ്രാളം പിടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും കണ്ടുവന്നാൽ ഞാനാണ് ഇത് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കുകയാണ്. എന്നിട്ട് ജാനകി സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അജയനും ദേവനും സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് അപ്പോൾ അയ്യോ എനിക്ക് വയ്യേ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് അജയൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. വേദന സഹിക്കാതെ അലറി വിളിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതിന് എന്താ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങിയിട്ടാണോ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് എന്ന് ചോദിക്കും. അത് പിന്നെ മച്ചമ്പി, അത് ഞാൻ നാളെ രാവിലെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്തേക്ക് പോവാനുണ്ട്, അപ്പോൾ ഇപ്പോഴേ ഞാനൊക്കെ ഡ്രസ്സ് ഒരുങ്ങി കിടന്നതാണ്, എന്നാൽ എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ പതർച്ചയോട് കൂടിയിട്ടാണ് അജയൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ദേവൻ ചോദിക്കുകയാണ്, അല്ല ഇയാൾ ശരിക്കും ഒരു പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അജയൻ്റെ നിലവിളി കേട്ട് പ്രസീദ ഉണരുകയാണ്. എന്നിട്ട് പ്രസീദ അജയേട്ടാ അജയേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ജാനകി പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. ഇനി എങ്ങാനും പ്രസീദ എന്നെ കണ്ടാൽ അത് പൊളിയും എന്ന് മനസ്സിലാക്കിയിട്ട് ജാനകി അവിടെ നിന്ന് ഒളിച്ച് മാറി നിൽക്കുക കേട്ടോ. അങ്ങനെ അജയൻ്റെ അടുത്തേക്ക് പ്രസീദ വരികയാണ്. അപ്പോൾ ജാനകി അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ദേവനും അജയനും പ്രസീദയും കൂടി സംസാരിക്കുകയാണ്. എന്താ അജയേട്ടാ സംഭവിച്ചത്? അത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. വെള്ളം അതിന് റൂമിലുണ്ടല്ലോ എന്ന് പറയട്ടോ. അത് പിന്നെ ജാനകി എന്ന് അജയൻ അങ്ങ് പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും പ്രസീദ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ജനപ്രസീദ എന്നങ്ങ് പറയട്ടെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ജനപ്രസീദയോ? അത് പിന്നെ എൻ്റെ നാവ് ഉളുക്കിയതാണ് പ്രസീദ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുക, എനിക്ക് തീരെ വയ്യ, എൻ്റെ നടുവ് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോയിട്ടുണ്ട്, എനിക്ക് വയ്യ, എണീക്കാൻ പോലും വയ്യ, എനിക്ക് നന്നായിട്ട് തന്നെ എന്നെ ഒന്ന് കുഴമ്പിട്ട് ഒഴിഞ്ഞു തരേണ്ടി വരും എന്ന് പറയണേ. അങ്ങനെ പ്രസീദ അജയനെയും പൊക്കി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ദേവന് സംശയം വരുന്നുണ്ട്, ഇയാൾ ഇതൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഇയാൾ ആരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ വേഷം തന്നെയാണ് എന്ന് ദേവന് മനസ്സിലാവുകയാണ്. അങ്ങനെ ദേവൻ റൂമിലേക്ക് പോവുകയാണ്.
പോവുകയാണ്. അങ്ങനെ പ്രസീത റൂമിൽ കൊണ്ടുപോയി കുഴമ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ അജയൻ ഇങ്ങനെ അലറുന്നുണ്ട്, എനിക്ക് വേദനയാവുന്നു പ്രസീതയെ ഒന്ന് പതുക്കെ ഒഴിയേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ഒഴിയാൻ പറ്റൂ, ഇതിലും പതുക്കെ എങ്ങനെയാണ് ഒഴിയുക എന്ന് പറയാണ്. അങ്ങനെ പ്രസീത നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നല്ല വേദന കൊണ്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അങ്ങനെ പ്രസീത പിന്നെ അവിടെ നിന്ന് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ജാനകി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ജാനകി അജയൻ്റെ നടുമ്പുറം നോക്കി ഒരു ചവിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി അജയൻ അങ്ങ് അലറുകയാണ്. അപ്പോൾ പ്രസീതയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് കേട്ടോ അജയൻ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ അജയൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജാനകിയെ കാണുമ്പോൾ ജാനകി എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുമ്പോൾ നിനക്ക് ഇതല്ല ഇതിനപ്പുറവും കിട്ടണം, എൻ്റെ ഭാവനയോട് ചെയ്തതിന് ഇത്രയെങ്കിലും നിനക്ക് തിരിച്ചു തരേണ്ടതല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ നിന്റെ ഈ സ്വഭാവം, നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഞാൻ പ്രസീതയോട് പറഞ്ഞാൽ, ഇവിടെയുള്ളവരോടൊക്കെ പറഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ജാനകി ചതിക്കല്ലേ, ആരെയും അറിയിക്കരുത്, നാണക്കേടാണ് എന്ന് പറയട്ടോ. നിന്റെ ഈ സ്വഭാവമൊന്നും ഈ ജാനകിയുടെ അടുത്ത് നടക്കില്ലടാ എന്ന് പറയണ. അങ്ങനെ അജയന് നന്നായിട്ട് ഒരു ചവിട്ടും കൊടുത്ത ശേഷമാണ് ജാനകി അവിടെ നിന്ന് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ജാനകി ഇക്കാര്യം ഭാവനയോട് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് അയാളെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല, അയാൾ വല്യമ്മയെ ഇനി എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് വല്യമ്മ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്നെ അവൻ ഒരു ചുക്കും ചെയ്യില്ല. അവൻ എൻ്റെ അടുത്ത് രാവിലെ വന്ന് പറഞ്ഞത് എന്താണെന്നോ, ആരോടും ഇക്കാര്യം പറയത് അവന് നാണക്കേടാണ് പോലും, ഞാൻ അവൻ്റെ സ്വഭാവം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനോടൊന്ന് പഞ്ചാരക്ക് പറഞ്ഞു തന്നെ, അതോടുകൂടി അവൻ്റെ തനി സ്വഭാവം അങ്ങ് പുറത്തെടുത്തു, അവന് എന്നോടാണ് കളിക്കുന്നത് എന്ന് പറയണേ. പിന്നെ നിന്നെ ഇത്രത്തോളം അധികം ദ്രോഹിച്ചിട്ട് അവനെ വെറുതെ വിടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അവൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഭാവനയോട് പറയട്ടോ. നീ എത്രയും പെട്ടെന്ന് മാനസയെ കണ്ട് സംസാരിച്ച് ആ മഹേന്ദ്ര ശർമ്മയുടെ അടുത്തേക്ക് പോയിക്കോ, അവരിപ്പോൾ നിങ്ങളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറയണേ. മാനസയോട് സംസാരിക്കാൻ വേണ്ടി ഭാവന പോവുകയാണ്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാവന മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മാനസയോട് പറയുകയാണ് നീ എൻ്റെ കൂടെ പുറത്തേക്കൊന്ന് വരണം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അത് ഒരു കാര്യമുണ്ട്, നല്ലതിനാണെന്ന് നീ കൂട്ടിക്കോ, സൂര്യയും ഞാനും നീയുമാണ് പോകുന്നത്, നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ട് ജയനിർമ്മല അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ ജയനിർമ്മല പറയണ ഇല്ല മാനസ എവിടേക്കും വരില്ല, അവർക്കിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുകയാണ് അതിനെന്താ ആൻറ്റിക്ക് എന്താ എത്ര സംശയം, എൻ്റെ കൂടെയല്ലേ മാനസ വരുന്നത്, എന്നെ സംശയമാണോ ആൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മാനസയെ നിൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം പറഞ്ഞയക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ കൂടി എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരുണ്ടായിട്ടും കാര്യമില്ല, അങ്ങനെ നിനക്ക് മാനസയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടി നിങ്ങളെ കൂടെ വരുമെന്ന് പറയണേ. അപ്പോൾ ഭാവന ചോദിക്കുകയാണ് അപ്പോൾ മാനസയ്ക്ക് അപ്പോൾ റെസ്റ്റ് ഒന്നുമില്ലേ, അപ്പോൾ ആൻറ്റി ഉണ്ടായ പിന്നെന്താ മാനസയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മാനസ മോളെ എൻ്റെ അനുവാദമില്ല എവിടേക്കും പോവരുത്, അങ്ങനെ ആര് വിളിച്ചാലും നീ പോവണ്ട എന്നും പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ഭാവന മാനസയോട് പറയണ മാനസ ഞാൻ പറയുന്നത് പോലെ നീ എൻ്റെ കൂടെ വരും, നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, പിന്നെ നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ആ ക്യാരക്ടർ ഇനി മാറ്റാനുള്ള സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഭാവന ഒരു അർത്ഥം വെച്ചതുപോലെ ചോദിച്ചപ്പോൾ മാനസയ്ക്ക് പിന്നെ പതറിപ്പോവുകയാണ്. മാനസ പറയണേ ഞാൻ വരാം, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് സൂര്യ ഇപ്പോൾ ഇവിടേക്ക് വരും, എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോവാം എന്ന് പറയണേ. അങ്ങനെ മാനസ മനസ്സില്ല മനസ്സോടെ ഭാവനയുടെ കൂടെ പോവാൻ തീരുമാനിക്കുകയാണ്. ഈ സമയം ഭാവന ജാനകിയോട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ മാനസയും കൂട്ടി ഇവിടെ നിന്നും പോയിക്കോ, ജയനിർമ്മല തടസ്സം നിൽക്കുകയാണെങ്കിൽ ദേവനോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, അങ്കിളിനെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയണേ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മാനസയും കൂട്ടി നീ പോവാൻ നോക്ക്, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു, ഈ വല്യമ്മ ഏറ്റു, ജയനിർമ്മല ഒരിക്കലും തടസ്സം പറയില്ല, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം, അപ്പോൾ എന്താണ് വല്യമ്മ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ ഇപ്പോൾ അറിയേണ്ട, നീ ഇപ്പോൾ ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി, നീ പോവാൻ വേണ്ടി റെഡി ആയിക്കോ, ബാക്കിയെല്ലാം ഞാൻ റെഡി ആക്കിക്കോളാം എന്ന് പറയണേ. അങ്ങനെ ഭാവന പോയി കഴിഞ്ഞ ശേഷം ജാനകി ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ, എങ്ങനെയാണ് ഇപ്പോൾ ജയനിർമ്മല തടസ്സം പറയാതിരിക്കാനുള്ള ഒരു വഴി എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ജാനകിക്ക് ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ജയനിർമ്മല ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാവും ഫോണിൽ. അപ്പോൾ പ്രസീത അവിടേക്ക് വരുന്നുണ്ട്. പ്രസീത ജയനിർമ്മലയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി
ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ജയ ഇതാ ജ്യൂസ് ഇരിക്കുന്നു എന്ന് പറയും, അവിടെ വെച്ചേക്ക് ഞാൻ കുടിച്ചോളാം എന്നൊക്കെ ആക്ഷനോട് കൂടി കാണിക്കാനാട്ടോ. എന്നിട്ട് വീണ്ടും ജയ നിർമ്മല ഫോണിലൂടെ ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനിടെ ജയ നിർമ്മല പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ജാനകി ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ജയ നിർമ്മല പുറത്തേക്ക് ഇറങ്ങിയ ആ അവസരത്തിൽ തന്നെ ജാനകി പോയിട്ട് ആ ജ്യൂസ് ഗുളിക പൊടിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് അത് കലക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പൂണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ആ കൊണ്ടുവന്ന പേപ്പറിൽ വെച്ചിട്ട് തന്നെ അങ്ങ് കലക്കുകയാണ്. എന്നിട്ട് പേപ്പർ മാറ്റിയ ശേഷം കൈവിരൽ കൊണ്ട് തന്നെ ജാനകി അത് അങ്ങ് യോജിപ്പിക്കുകയാണ്. എന്നിട്ട് ജാനകി ആ വിരലങ്ങ് നക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജാനകിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ഞാനിത് നക്കിക്കഴിഞ്ഞാൽ ഞാനാവില്ലേ ഉറങ്ങിപ്പോവുക എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം അത് നക്കാതെ തുടക്കുകയാണ്. ഗ്ലാസ്സിൽ തന്നെയാണ് വടിക്കുകയാണ് കേട്ടോ വിരൽ. എന്നിട്ട് ജാനകി ആ ഗ്ലാസ് അവിടെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ജാനകി ഒന്നും അറിയാത്തതുപോലെ മുട്ടുകുത്തിയിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. എങ്ങാനും എന്നെ ജയ നിർമ്മല കാണുമോ എന്നുള്ള പേടി. എന്നിട്ട് ജാനകി അവിടെ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. ജയ നിർമ്മല ആ ജ്യൂസ് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊന്നും അറിയാതെ നിർമ്മല ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ആ ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ജാനകിക്ക് ആശ്വാസമാവുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഉറക്കം വന്നോളും എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ തെളിവിനായിട്ടുള്ള ആ ഒരു ഉറക്ക ഗുളിക കൊണ്ടുവന്ന പേപ്പർ പോലും ജാനകി അവിടെ ഇടാതെ അത് അങ്ങ് പെറുക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇനിയെങ്ങാനും ആരെങ്കിലും സംശയിച്ച് പിടിക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ. എന്നിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാവനയോട് പറയാണ്, നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് മാനസയും കൂട്ടിയിട്ട് പോവാൻ നോക്ക്, ഇനി ജയ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഭാവന ചോദിക്കാൻ, എന്താണ് വല്യമ്മ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ അതൊന്നും അറിയാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോൾ സൂര്യ വന്നിട്ടില്ല ഇനി വല്യമ്മ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, സൂര്യ അങ്ങ് വന്നോളും, നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് മാനസയും കൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നോക്ക്, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. പിന്നെ ജയ ഇനി കുറച്ച് നേരത്തേക്ക് നിൻ്റെ അടുത്തേക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാവന മാനസയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് വല്യമ്മ. എന്നിട്ട് ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ജയ നല്ല ഉറക്കത്തിലായിരിക്കും എന്ന് ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഭാവന മാനസയും കൂട്ടിയിട്ട് മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. ജാനകി ഭാവനയോടൊപ്പം സൂര്യയുടെ വീട്ടിലേക്ക് വന്നതോടുകൂടി ഭാവനയെ ദ്രോഹിച്ചവർക്കൊക്കെ കണക്കിന് ജാനകി കൊടുക്കുകയാണ്. ഇപ്പോൾ കഥ നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ട്.